ബ്രേക്ക് വന്നുപോയി, സോറി. അപ്പോൾ 164 സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മജിസ്ട്രേറ്റിൻ്റെ മുന്നിലാണ് എടുക്കുന്നത്. മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നത് രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് വരും. ഒന്ന് കൺഫെഷൻ, രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. കൺഫെഷനും സ്റ്റേറ്റ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺഫെഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ചെയ്തത് സമ്മതിക്കുന്ന അതാണ് കൺഫെഷൻ. അതേസമയം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഒരാൾ കണ്ട കാര്യം അല്ലെങ്കിൽ കേട്ട കാര്യം അതൊക്കെ പറയാവുന്നതാണ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഒരു മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റോ അല്ലെങ്കിൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റോ അയാൾക്ക് ജൂറിസ്ഡിക്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അയാൾക്ക് കൺഫെഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ട്രയലോ എൻക്വയറിക്കോ ശേഷവും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബിഫോർ ദി കമൻസ്മെൻറ്റ് ഓഫ് എൻക്വയറിയും ട്രയലും നടക്കുന്നതിന് തൊട്ട് മുന്നേ വരെ മജിസ്ട്രേറ്റിന് എന്ത് ചെയ്യാം, ഇങ്ങനത്തെ പവർ ഉണ്ട്, റെക്കോർഡ് ചെയ്യാനുള്ള പവർ ഉണ്ട്. എന്ത് റെക്കോർഡ് ചെയ്യാനുള്ള പവർ? കൺഫെഷനും സ്റ്റേറ്റ്മെൻറ്റും. അപ്പോൾ ഏതെങ്കിലും ഒരു കൺഫെഷനോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റോ അങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഓഡിയോ, വീഡിയോ, ഇലക്ട്രിക് മീൻസിലും ചെയ്യാം. അതുപോലെ തന്നെ അഡ്വക്കേറ്റിൻ്റെ പ്രസൻസിൽ, അക്യൂസ്ഡിൻ്റെ അഡ്വക്കേറ്റിൻ്റെ പ്രസൻസിലും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നോ കൺഫെഷൻ ഷാൽ ബി റെക്കോർഡഡ് ബൈ എ പോലീസ് ഓഫീസർ. അതായത് ഇപ്പോൾ പോലീസ് ഓഫീസറിനെ ചില സമയത്ത് മജിസ്ട്രേറ്റ് ആക്കി മാറ്റുമല്ലോ ചില പവർ വെച്ചിട്ട്. ആ പവർ ഉള്ള സമയത്ത് ആ പോലീസ് ഓഫീസർ ഒരു കാരണവശാലും കൺഫെഷൻ റെക്കോർഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അടുത്തത് മജിസ്ട്രേറ്റ് ഷാൾ ബിഫോർ റെക്കോർഡിങ് എനി കൺഫെഷൻ. അതായത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കൺഫെഷനാണ്. അതായത് ഒരു കുറ്റവാളി വന്ന് പറഞ്ഞു, പോലീസ് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞു ഞാൻ കുറ്റം ചെയ്തു എന്ന്. അപ്പോൾ ഉടനെ പോലീസ് ഇയാളെ കൊണ്ട് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോവുകയാണ്. അപ്പോൾ മജിസ്ട്രേറ്റ് എന്ത് ചെയ്യണം, കൺഫെഷൻ റെക്കോർഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കൺഫെഷൻ റെക്കോർഡ് ചെയ്യുന്നതിന് മുന്നേ മജിസ്ട്രേറ്റ് എന്ത് ചെയ്യണം, ആ പേഴ്സണെ എക്സ്പ്ലെയിൻ ചെയ്യണം ദാറ്റ് നീ കൺഫെഷൻ പറയേണ്ട ആവശ്യമില്ല, അഥവാ നീ പറയുകയാണെങ്കിൽ തന്നെ അത് നിനക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എവിഡൻസിന് യൂസ് ചെയ്യും. അതുകൊണ്ട് അതുകൊണ്ട് ഈ പ്രിക്കോഷനൊക്കെ പറയും. അതായത് നീ ഇത് പറയാൻ നിർബന്ധമൊന്നുമില്ല, നീ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അഥവാ നീ പറയുകയാണെങ്കിൽ തന്നെ, നീ ഇത് കൺഫസ് ചെയ്യുകയാണെങ്കിൽ, നീ കുറ്റം സമ്മതിക്കുകയാണെങ്കിൽ തന്നെ അത് നിനക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യും എന്ന് പറയാം. എന്നിട്ട് മജിസ്ട്രേറ്റിന് തോന്നുകയാണ് ഇയാൾ പോലീസ് ഉരുട്ടി എടുത്തിട്ട് കൊണ്ടുവന്ന് പറയിപ്പിക്കുന്നതാണെന്ന് മജിസ്ട്രേറ്റിന് തോന്നുകയാണെങ്കിൽ പിന്നെ അയാളെ പോലീസ് കസ്റ്റഡിയിലേക്ക് വിടാൻ പാടില്ല. ഓക്കെ, അതുപോലെ തന്നെ ആ കൺഫെഷൻ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റില്ല. അതായത് അക്യൂസ്ഡ് സ്വമനസാലെ വോളണ്ടറിലി അല്ല വന്ന് കാര്യങ്ങൾ പറയുന്നത് എന്ന് മജിസ്ട്രേറ്റിന് തോന്നിക്കഴിഞ്ഞാൽ മജിസ്ട്രേറ്റിന് അത് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ കൺഫെഷൻ തുടങ്ങുന്നതിന് മുന്നേ കൺഫെഷൻ റെക്കോർഡ് ചെയ്യുന്നതിന് മുന്നേ ഈ അക്യൂസ്ഡ് വന്ന് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പറയാണ് എനിക്ക് കൺഫെഷൻ പറയാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യണ്ട, മജിസ്ട്രേറ്റിന് അയാളെ പോലീസ് കസ്റ്റഡിയിലേക്ക് ഡിറ്റൻഷൻ ഓതറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു കൺഫെഷൻ സെക്ഷൻ 281 പ്രകാരം ചെയ്യുന്ന കൺഫെഷനുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ 281 എങ്ങനെയാണോ എക്സാമിനേഷൻ ചെയ്യുന്നത് അതുപോലെ ആയിരിക്കണം കൺഫെഷൻ റെക്കോർഡ് ചെയ്യേണ്ടത്. അതിന് ഇങ്ങനെ ഒരു സംഭവം കൂടെ എഴുതണം പുള്ളി. ഓക്കെ, മജിസ്ട്രേറ്റ് ഇങ്ങനെ എഴുതണം, ഞാൻ ഇന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കൺഫെഷൻ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായ അയാൾ വളണ്ടറിലാണ് വന്ന് പറയുന്നത്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു, ഇതാണ് അയാൾ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞിട്ട് മജിസ്ട്രേറ്റ് ലാസ്റ്റ് സൈൻ ചെയ്യണം. ഈ കൺഫെഷൻ പറഞ്ഞതിന് ശേഷം അത് ഫുൾ റെക്കോർഡ് ചെയ്തിട്ട് ലാസ്റ്റ് മജിസ്ട്രേറ്റ് ഇങ്ങനെ എഴുതി സൈൻ ചെയ്യണം. ഇതാണ് കൺഫെഷൻ. ഇനി ഞാൻ പറയാൻ പോകുന്നത് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് കൺഫെഷൻ അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ ഒരു പ്രത്യേകതയുണ്ട്, അത് പറഞ്ഞുതരാം. അതായത് കൺഫെഷൻ അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാക്ഷിമൊഴികളാവാം അല്ലേ. അപ്പോൾ അങ്ങനെ സാക്ഷിമൊഴികൾ വരുന്ന സമയത്തിന് നമ്മൾ എവിഡൻസ് എങ്ങനെയാണോ മജിസ്ട്രേറ്റ് എടുക്കുന്നത് അതനുസരിച്ചിട്ട് എടുക്കണം. അതായത് ഓത്ത് കൊടുത്ത് വേണം എടുക്കാൻ. അതായത് ഞാൻ ഈ പറയുന്ന എല്ലാം സത്യമായ കാര്യമാണ് ഞാൻ ഈ കോടതി മുന്നേ പറയുന്നതെന്ന് പുള്ളി പറഞ്ഞിട്ട് വേണം സ്റ്റേറ്റ്മെൻറ്റ് മജിസ്ട്രേറ്റ് റെക്കോർഡ് ചെയ്യാൻ. അതുപോലെ തന്നെ 354 ഞാൻ നേരത്തെ പറഞ്ഞ സ്ത്രീകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ക്രൈംസാണ്. ഈ ക്രൈംസുകളിലൊന്നും തന്നെ വിക്ടിമിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അപ്പം തന്നെ കമ്മീഷൻ ഒഫൻസ് നടന്നു എന്ന് മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ അതിൻ്റെ ഒഫൻസ് നടന്നു എന്നൊരു പരാതി വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് മജിസ്ട്രേറ്റിന് എന്ത് ചെയ്യാം, സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യാം. അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യുന്നത് ഇപ്പോൾ ടെമ്പററി അല്ലെങ്കിൽ പെർമനൻ്റ്ലി അല്ലെങ്കിൽ മെൻ്റലി ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അയാൾ ഒരു ഇൻ്റർപ്രറ്ററിൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിൻ്റെ സഹായത്തോടു കൂടി സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യുന്ന ടെമ്പററി അല്ലെങ്കിൽ പെർമനൻ്റ്ലി മെൻ്റലി ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ ഗ്രാഫ് ചെയ്യാം. ഓക്കെ,
വീഡിയോഗ്രാഫും ചെയ്യാവുന്നതാണ്. അതുപോലെ ഇങ്ങനെ എഴുതിയ കൺഫെഷൻ, ഇങ്ങനെ എഴുതി വെച്ച കൺഫെഷൻ എന്ത് ചെയ്യണം? ഏത് മജിസ്ട്രേറ്റിനാണോ കേസ് ട്രൈ ചെയ്യാനും ഇൻക്വയർ ചെയ്യാനും അധികാരമുള്ളത് ആ മജിസ്ട്രേറ്റിലേക്ക് അത് ഫോർവേഡ് ചെയ്യണം. ഇനി ഞാൻ പറയാൻ പോകുന്നത് 164 ക്ലോസ് 1ഉം കൺഫെഷനും സ്റ്റേറ്റ്മെൻറ്റുമാണ്. അപ്പം നമ്മൾ 164 കൺഫെഷനും സ്റ്റേറ്റ്മെൻറ്റും പറയുന്നത് ഏത് മജിസ്ട്രേറ്റിന് അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിന് വേണമെങ്കിലും എന്ത് ചെയ്യാം? കൺഫെഷനും സ്റ്റേറ്റ്മെൻറ്റും എടുക്കാം. കോഴ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷനിലാണ് ബിഫോർ കമൻസ്മെൻറ്റ് ഓഫ് ഇൻക്വയറി ഓർ ട്രയൽ, ബിഫോർ ദ ട്രയൽ അല്ലെങ്കിൽ ഇൻക്വയറി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വരെ ഇത് ചെയ്യാം. പിന്നെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് ഇമ്മെറ്റീരിയലാണ്, ഏത് കോടതിക്ക് വേണമെങ്കിലും എടുക്കാം. പിന്നെ വരുന്ന ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫെഷൻ എന്ന് പറയുന്ന അക്യൂസ്ഡിൻ്റെ ആയിരിക്കും എപ്പോഴും. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ വിറ്റ്നസ്സിനെ ആയിരിക്കും, അല്ലെങ്കിൽ ഏതർ ഓഫ് വിക്ടിം അല്ലെങ്കിൽ അക്യൂസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും എടുക്കാം. പിന്നെ വരുന്നത് സൈൻ ചെയ്യുന്നത്, സൈനും ഓത്ത് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ കൺഫെഷന് ഓത്ത് പാടില്ല. കൺഫെഷൻ എടുക്കുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന സത്യമാണെന്ന് പറയേണ്ട ആവശ്യം അക്യൂസ്ഡിന് ഇല്ല. ഓക്കെ, അതുപോലെ അത് സൈൻ ഓഫ് അക്യൂസ്ഡും മജിസ്ട്രേറ്റും ഭയങ്കര മാൻഡേറ്ററി ആണ്. അതേസമയം ഓത്ത് ഇറക്കുന്ന സമയത്ത് ഓത്ത് പറയണം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ. കൺഫെഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു എവിഡൻസ് ആണ്. അതായത് ഒരാൾ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ വന്ന് മൊഴി ഞാൻ ഇത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പീസ് ഓഫ് എവിഡൻസ് ആണ്, സബ്സ്റ്റാൻറ്റീവ് പീസ് ഓഫ് എവിഡൻസ് ആണ്. സബ്സ്റ്റാൻറ്റീവ് പീസ് ഓഫ് എവിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എവിഡൻസ് മതി അയാളെ ശിക്ഷിക്കാൻ. അതാണ് സബ്സ്റ്റാൻറ്റീവ് പീസ് ഓഫ് എവിഡൻസ്. അതേസമയം നമ്മൾ ഈ 164 സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യുന്നത് അത് സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ് അല്ല, അതൊരു കൊറോബറേറ്റീവ് എവിഡൻസ് ആണ്. കൊറോബറേറ്റീവ് എന്ന് വെച്ചാൽ ബാക്കിയുള്ള എവിഡൻസിൻ്റെ കൂടെ ചേർത്ത് വെച്ച് അയാളെ ശിക്ഷിക്കാൻ സാധിക്കും. ഇനി ഇത് ഞാൻ പറയാൻ പോകുന്നത് എഫ് ഐ ആർ അണ്ടർ സെക്ഷൻ 154 ഇസ് നോട്ട് എ സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ്. അതുപോലെ തന്നെ 161 പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യുന്ന അത് സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ് അല്ല. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് അണ്ടർ 164 സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ് അല്ല. കൺഫെഷൻ റെക്കോർഡ് അണ്ടർ സെക്ഷൻ 164 ആണ് സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ്. കൺഫെഷൻ. ഓക്കെ, ഇത് ഞാൻ ഈ ഒരു ഡിഫറൻസ് പറഞ്ഞിരിക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അതായത് എവിടെ വെച്ചിട്ടാണ് എടുക്കാനുള്ളത്, ആര് റെക്കോർഡ് ചെയ്യും, എപ്പോഴാണ്. ഓക്കെ, ജസ്റ്റ് നോക്കുക. അടുത്തത് ഒരു സൂയിസൈഡ് നടന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ when the officer in charge of police station or some other police officer especially empowered by the state government മനസ്സിലാക്കുകയാണ് ഒരു പേഴ്സൺ സൂയിസൈഡ് ചെയ്തു, അല്ലെങ്കിൽ ഒരാളെ കൊന്നു, അല്ലെങ്കിൽ ഒരു അനിമൽ വന്ന് കിൽ ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ ഒരു മെഷീനറി കൊണ്ട് മരിച്ചു, അല്ലെങ്കിൽ ആക്സിഡൻറ്റ് സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു റീസണബിൾ സസ്പിഷൻ തോന്നുന്ന സർക്കംസ്റ്റാൻസിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഉടനെ തന്നെ അയാൾ ഓഫീസറെ നമ്മളാണ് എസ് ഐ എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളാണ് ആ പോലീസ് സ്റ്റേഷൻ്റെ ചാർജ് എന്ന് വിചാരിക്കുക. ആ സമയത്ത് നിങ്ങൾ ഇങ്ങനൊരു സംഭവം കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ഏറ്റവും തൊട്ടടുത്തുള്ള എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോവുക, എന്നിട്ട് ഇൻക്വസ്റ്റ് നടത്തുക. ഓക്കെ, അപ്പോൾ ഇൻക്വസ്റ്റ് നടത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോഡി പോയി തിരക്കി പിടിച്ച് ബോഡിയുടെ കാര്യങ്ങൾ അവിടെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ചോദിക്കുക, ഇൻവെസ്റ്റിഗേഷൻ നടത്തുക. എന്നിട്ട് ഈ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയി അയാൾക്ക് ഓർഡർ വാങ്ങിയതിന് ശേഷം, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഓർഡർ DM ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റോ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റോ തരികയാണെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ആ പ്ലേസ് കിട്ടിയ ബോഡി കണ്ടെത്തിയ പ്ലേസിലെത്തുകയും അവിടെ ചെന്നിട്ട് നിങ്ങൾ അവിടുത്തെ ഉള്ള 2 റെസ്പെക്റ്റബിൾ പേഴ്സണെ എടുത്തിട്ട് അയാൾക്ക് ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, ഇൻവെസ്റ്റിഗേഷൻ നടത്തുക, ആ ബോഡിയിലുണ്ടായ വൂൺസും ഫ്രാക്ചറും ബ്രൂയിസസും അതുപോലെ ഇഞ്ചുറി എല്ലാം കണ്ടെത്തുക, എന്നിട്ട് ഏത് വെപ്പണാണ് ഉപയോഗിച്ചതെന്നൊക്കെ കണ്ടെത്തുക. എന്നിട്ട് ഈ റിപ്പോർട്ട് തയ്യാറാക്കണം. അതിനാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് സെക്ഷൻ 174 CRPC പ്രകാരമാണ് പോലീസുകാർ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ട് ഒരു പോലീസ് ഓഫീസറും അല്ലെങ്കിൽ അതർ പേഴ്സൺസും അതുപോലെ അവിടെ ഉണ്ടായിരുന്ന സാക്ഷികളുമായിട്ട് സൈൻ ചെയ്യണം. എന്നിട്ട് ഉടനെ തന്നെ അത് DMലേക്ക് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനോ അല്ലെങ്കിൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിലേക്കോ അയക്കണം. എപ്പോഴാണ് അയക്കേണ്ടത്? ഷാൽ ബി ഫോർത്ത് വിത്ത്, അപ്പോൾ തന്നെ ഫോർത്ത് വിത്ത് കേട്ടോ. പിന്നെ ഉള്ളത് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഒന്ന്, 7 വർഷത്തിനുള്ളിൽ കല്യാണം കഴിച്ച് 7 വർഷത്തിനുള്ളിൽ മരിച്ചൊരു സൂയിസൈഡ് ചെയ്ത പെൺകുട്ടി, അതുപോലെ 7 വർഷത്തിനുള്ളിൽ മരിച്ചു, പക്ഷേ മരിച്ചത് ഒരു സംശയാസ്പദമായ സാഹചര്യത്തിലാണ് കല്യാണം കഴിച്ച് 7 വർഷത്തിനുള്ളിൽ. അതുപോലെ തന്നെ കല്യാണം കഴിച്ച് 7 വർഷത്തിനുള്ളിൽ മരിച്ചു,
ഏതെങ്കിലും ഒരു റിലേറ്റീവ് ആ പെൺകുട്ടിയുടെ ഇതിൽ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഇൻക്വസ്റ്റ് നടത്തണമെന്ന്, അല്ലെങ്കിൽ ആ ഡെത്തിൻ്റെ കേസിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ പോലീസ് ഓഫീസർ ഏതെങ്കിലും റീസൺ പ്രകാരം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് പറയുന്ന റൂൾസ് പ്രകാരം ബോഡീനെ നേരെ സിവിൽ സർജനിലേക്ക് കൊണ്ടുപോവുക, നിയറസ്റ്റ് സിവിൽ സർജൻ അല്ലെങ്കിൽ ക്വാളിഫൈഡ് മെഡിക്കൽ മാനിലേക്ക് കൊണ്ടുപോയിട്ട് അതിൻ്റെ നോക്കുക. ഇഫ് ദ സ്റ്റേറ്റ് ഓഫ് ദി വെദർ ആൻഡ് ഡിസ്റ്റൻസ് ആൻഡ് അഡ്മിറ്റ് ഓഫ് ബീങ് ഈസ് ഫൗണ്ട് അറ്റ് റിസ്ക് putrefaction or such putrefaction on the road as would render examination useless. അതായത് ഇപ്പം ഈ നമ്മൾ പ്യൂട്രിഫാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോഡീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിനാണ്. അപ്പോൾ പ്യൂട്രിഫാക്ഷൻ നടക്കാൻ പറ്റില്ല എന്നുള്ള സാഹചര്യമാണെങ്കിൽ ഏറ്റവും തൊട്ടടുത്തുള്ള സിവിൽ സർജൻ്റെ അടുത്ത് കൊണ്ടുപോകുക, അല്ലെങ്കിൽ ക്വാളിഫൈഡ് മെഡിക്കൽ മാൻ്റെ അടുത്ത് കൊണ്ടുപോകുക, അല്ലെങ്കിൽ പ്യൂട്രിഫിക്കേഷൻ നടത്താം. ഓക്കെ, അപ്പം ഈ ഇപ്പം മഴ കാരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള സ്ഥലത്ത് എത്താൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പ്യൂട്രിഫിക്കേഷൻ അല്ലാത്ത നടത്താം. പിന്നെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ്, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് അവർ മാത്രമേ ഇങ്ങനത്തെ ഇൻക്വസ്റ്റുകൾക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ. ഇനി 174-ഉം 155-ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 155 എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ കൊഗ്നിസിബിൾ ഒഫൻസിൻ്റെ കമ്മീഷൻ കിട്ടിക്കഴിഞ്ഞാൽ, കമ്മീഷൻ്റെ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് ഓഫീസറിന് നടത്താവുന്നതാണ്. അത് അപ്പോൾ തന്നെ ഒരു ഡയറി എഴുതിയതിന് ശേഷം ഇൻഫോർമൻറ്റിനെ മജിസ്ട്രേറ്റിലേക്ക് റെഫർ ചെയ്യും. 174-ലും ഇതുപോലെ തന്നെയാണ്, ഒരു സംഭവം നടന്നു എന്ന് കാണുന്നു, നോൺ കൊഗ്നിസിബിൾ ഒഫൻസ് ആയിരിക്കാം, അതൊരു സബ്സ്റ്റൻസിൽ എഴുതിയതിന് ശേഷം സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയുമാണ് നമ്മുടെ ആ ഒരു ഏരിയ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇനി നമുക്കൊരു കുഞ്ഞ് ഏരിയയും കൂടെ ഉള്ളൂ, അത് ഞാൻ IPCയുടെ കൂടെ ഞാൻ എടുത്തോളാം. അപ്പോൾ CRPC ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പറയാം. നിങ്ങൾ പെട്ടെന്ന് ഇടണമെന്ന് വേണം ഞാൻ പെട്ടെന്ന് തന്നെ ഈ ഒരു സ്ലൈഡ് തയ്യാറാക്കി ഇട്ടത്. പെട്ടെന്ന് റിവൈസ് ചെയ്തോളണം, സമയം വളരെ കുറവായതുകൊണ്ട്. എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ ഇനി വേറെ സെഷൻസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ബൈ.